പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആയുർദൈർഘ്യ മനഃശാസ്ത്രം അഥവാ ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ 4ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആയുർദൈർഘ്യ മനഃശാസ്ത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ലൈഫ് സ്പാൻ സൈക്കോളജി, ആയുർദൈർഘ്യ മനഃശാസ്ത്രം ലൈഫ് ലോങ് ആണെന്ന് പറയും. അതാണ് 1ാമത്തെ സവിശേഷത. എപ്പോഴും സംഭവിച്ചുകൊണ്ട് കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ വളർച്ച മരണനിമിഷം വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ് ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ 1ാമത്തെ പ്രത്യേകത. 2ാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലൈഫ് സ്പാൻ സൈക്കോളജി മൾട്ടി ഡൈമെൻഷനലാണ്. പല മാനങ്ങളുണ്ട് എന്ന് പറയും. അതായത് ശരീരത്തിന്, മനസ്സിന്, ബുദ്ധിക്ക് വികാസം ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, 1ാം വയസ്സിലാകുന്ന കുട്ടിയല്ല 65 വയസ്സാകുമ്പോഴുള്ള കുട്ടി. അവൻ്റെ ശരീരത്തിന്, മനസ്സിന്, ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. ചിലപ്പോൾ 1.5 കിലോ അല്ലെങ്കിൽ 3.5 കിലോ വരെയൊക്കെയാണ് മാക്സിമം ഒരു കുട്ടിയുടെ തൂക്കം. അതൊരു 6 മാസം കഴിയുമ്പോഴേക്കും അവൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ അവളുടെ ശരീരത്തിന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, 1 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, 2 വയസ്സാകുമ്പോൾ, 3 വയസ്സാകുമ്പോൾ, 10 വയസ്സാകുമ്പോൾ, 13 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവൻ അങ്ങനെ ഒരു കൗമാരത്തിലേക്ക് ഇടുമ്പോഴും പ്രകടമായിട്ടുള്ള മാറ്റമാണ്. പുബർട്ടി എന്ന ഒരു പീരീഡൊക്കെ ഉണ്ട്. അതായത് ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊക്കെ വളർച്ച സംഭവിക്കുന്ന. അപ്പം ഇത് മൾട്ടി ഡൈമെൻഷൻ. ബാക്കി രണ്ടും നമുക്ക് കാണാൻ സാധിക്കില്ല, മറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, മാനസികമായിട്ടുള്ള വളർച്ച, ഹോർമോണുകളുടെ വളർച്ച, ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടിയുടെ പ്രകൃതത്തിലൂടെ, സ്വഭാവ സവിശേഷതയിലൂടെ. ഇനി സ്വാഭാവികമായിട്ടുള്ള, അതായത് ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയുടെ 3ാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് മൾട്ടി ഡിറക്ഷണലാണ്. പല തലങ്ങളിലേക്കും. നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചു വീണ നിമിഷം മുതൽ അവൻ സമൂഹത്തിലായിരിക്കുന്നു, അവൻ ബന്ധങ്ങളിലേക്ക് പോകുന്നു, അല്ലേ? മൾട്ടി ഡിറക്ഷണൽ. അപ്പനിലേക്ക്, സഹോദരങ്ങളിലേക്ക്, അയൽവക്കക്കാരിലേക്ക്, കൂട്ടുകാരിലേക്ക്, ഗുരുക്കന്മാരിലേക്ക്, അവനായിരിക്കുന്ന സമൂഹങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, കളിസ്ഥലങ്ങളിലേക്ക്, ഇനി റിലീജിയസ് സമൂഹമാണ് അമ്പലങ്ങളിലേക്ക്, പള്ളിയിലേക്ക്, മോസ്കിലേക്കൊക്കെ അങ്ങനെ മൾട്ടി ഡിറക്ഷണലായിട്ട് പോകുന്നതാണ് ലൈഫ് സ്പാൻ സൈക്കോളജിയിലെ 3ാമത്തെ സവിശേഷത എന്ന് പറയാൻ സാധിക്കുക. ഇനി 4ാമത്തെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ ആ വ്യക്തിയുടെ ജീവിതം അത് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം എൻ്റെ കാര്യം പറയല്ല, 1968 നവംബർ 11-ാം തീയതി ഫാദർ തോമസ് കൊടിയൻ ഔസോയിൻ്റെയും മേരിയുടെയും മകനായിട്ട് മാളവള്ളിപ്പുറത്ത് ജനിച്ച ചരിത്രമാണ്. ഇനി ഒരു വ്യക്തിയുടെ ജീവിതം ആ നാളിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഫാദർ തോമസ് കൊടിയൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 2018 കേരളത്തെ, ഇന്ത്യയെ നടുക്കിയ വെള്ളപ്പൊക്കമുണ്ടായത്. എന്താ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ ജീവിതം. ഇനി ഒരു വ്യക്തിയുടെ ജീവിതം ഒരുപാട് അനുഭവങ്ങളും, ഇതാണ് സ്വഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ആയുർദൈർഘ്യ മനഃശാസ്ത്രത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ചരിത്രത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്.
ഇനി ആ വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ ഇൻസിഡൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വ്യക്തിക്കുണ്ടാവുന്ന, ഇപ്പോൾ എന്നെക്കുറിച്ച് അറിയുമോ ആവോ, എനിക്ക് 2007 കാലുപോയ വ്യക്തിയാണ് ഞാൻ. 1.5 കാലേ എനിക്കുള്ളൂ. കണ്ട, ആ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി മറ്റൊരു സവിശേഷത, മറ്റൊരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ശാഖകളായിട്ട് ബന്ധപ്പെട്ടതാണ്. ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ സ്വഭാവങ്ങൾ, സ്വഭാവ സവിശേഷതകൾ പല ശാഖകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോഷ്യോളജി, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ സമൂഹ ജീവിതമാണ്. ബയോളജി, അവൻ്റെ ഘടകങ്ങൾ, ശരീരത്തിലെ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഇൻ്റലക്റ്റ്, അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട്. കൾച്ചറൽ, അവൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം എടുത്ത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്വഭാവ സവിശേഷതകൾ കാണാൻ മനസ്സിലാകും. കോണ്ടെക്സ്റ്റൽ എന്ന് പറയും, അവൻ്റെ സാഹചര്യങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും. ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് വെറുതെ ചർച്ച ചെയ്ത് നോക്കുക. മാളവള്ളിപ്പുറത്ത് കൊടിനൗസൻ്റെയും മേരിയുടെയും മകനായിട്ട് ജനിച്ച ഞാൻ അന്ന് ജനിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നല്ല പള്ളി ഉണ്ടായിരുന്നില്ല, നല്ല സ്കൂളുണ്ടായിരുന്നില്ല, എപ്പോഴും ദാരിദ്ര്യാവസ്ഥയായിരുന്നു, സമൂഹത്തിന് വലിയ വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ട, ആ സാഹചര്യവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാളവള്ളിപ്പുറത്ത് എന്നാൽ എല്ലാവരും എവിടെയാണ്? അയർലൻഡിൽ, അമേരിക്കയിൽ, ഇറ്റലിയിൽ, സ്പെയിനിൽ, എല്ലായിടത്തും മനോഹരമായിട്ടുള്ള വീടുകളായി. പിന്നെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ കൊല്ലമായി നല്ല റോഡുകളായി, മനോഹരമായിട്ടുള്ള പള്ളിയുണ്ട്, അതുപോലെ നല്ല നല്ല കടകളുണ്ട്. ആരെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഒന്നില്ലെങ്കിൽ ഗൾഫിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ ജോലി ചെയ്യേണ്ട. ഇതെല്ലാം കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സൈക്കോളജി പറയുമ്പോൾ ഒരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ തുടങ്ങുന്നു? നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നു, പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴാണ് ആ മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും അവൻ വികാസത്തിനും മാറ്റത്തിനും വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാനങ്ങൾ, ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല തലങ്ങളിലേക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലേക്ക്, സംസ്കാരങ്ങളിലേക്ക്, ലോകങ്ങളിലേക്ക്. എത്രയോ ആളുകൾ ഇന്ന് വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്ത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. ഇന്ന് മനുഷ്യന് പഠിക്കാനായിട്ട് എന്തുമാത്രം ശാസ്ത്രശാഖകളുള്ള, ഈ ശാസ്ത്രശാഖകളെല്ലാം ഈ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനൊരു ചരിത്രമുണ്ട്, ചരിത്രവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കുന്നൊരു വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അപ്പം മഹാത്മാഗാന്ധി എന്നൊരു വ്യക്തി ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഔസേപ്പ് കളക്ടറായിരുന്നു, അന്തോണി ഇൻസ്പെക്ടറായിരുന്നു, രമണി കന്യാസ്ത്രീ ആയിരുന്നു. ഇങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും ജീവിതം ചരിത്രവുമായിട്ട് ഒരുപാട് സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പം നമുക്കറിയാം, വളരെ സാഹസികമായിട്ടൊക്കെ മറ്റുള്ളവരൊക്കെ രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മകൻ വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയി. അത് വലിയൊരു വാർത്തയാണ്. സംസ്ഥാന ബഹുമതി ഗവൺമെൻറ് ആ മകന് നൽകാൻ പോകുന്നു. ആ കുടുംബത്തിൻ്റെ ദരിദ്രാവസ്ഥ, അതിലൊക്കെ ജനങ്ങൾ ഇടപഴകാൻ പോകുന്നു. ഇതൊക്കെ കണ്ട ഒരു വ്യക്തിയുടെ ജീവിതം ഒരു ചരിത്രമായിട്ട് മാറുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ഒരു ചരിത്രമായിട്ട്, അവൻ്റെ അനുഭവമായിട്ട്, അവൻ്റെ ജീവിതവുമായിട്ട് മാറാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ലൈഫ് സ്പാൻ സൈക്കോളജിയിലെ സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ എന്താണ് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പഠിച്ചു, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു, അതിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു, ഇന്ന് അതിൻ്റെ സ്വഭാവങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഇനി 5ാമത്തെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവരിലേക്ക് എത്തിക്കണം. എല്ലാവരും ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ പ്രയത്നങ്ങൾ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നല്ലൊരു പ്രഭാതം ഈ മഴക്കാലത്ത് നേരുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.